ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷിലു ജോഷി. ഇതെൻ്റെ ആൻറ്റി സീമ. ഇതെൻ്റെ മോനാണ് റയാൻ ജോസഫ് ജിനോ. ഞാൻ 2022 ഉടമ്പടി എടുക്കുന്നത്. 23 6 മാസം. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്, ഞാനൊരു നേഴ്സായിരുന്നു. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അതിൻ്റെ സാക്ഷ്യം ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ വിവാഹം 2024 മെയ് 16 ആയിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കല്യാണത്തിന് മുന്നേ മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്നവരായിരുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു. പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ചെല്ലുന്നവരായിരുന്നു. 2025 ഫെബ്രുവരി മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റായി. എല്ലാം നോർമലായി പോവുകയായിരുന്നു. 5ാം മാസം ഒരു സ്കാൻ ഉണ്ടായിരുന്നു. ആ സ്കാനിൽ ബേബിയുടെ യൂട്രൈൻ ആർട്ടറി ഡോപ്ലറിൻ്റെ റിസൾട്ടിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. ഫ്ലോ റേറ്റ് കുറവായിരുന്നു. അതുപോലെ സ്റ്റൊമക്കിൻ്റെ സൈസും വേരിയേഷൻ ഉണ്ടായിരുന്നു. സൈസ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും ബേബിയുടെ ഗ്രോത്ത് ഡ്രോപ്പ് ഡൗൺ ആകാം. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ബേബിയുടെ ഗ്രോത്ത് ഡ്രോപ്പ് ആകുവാണെങ്കിൽ നമ്മൾ 34th വീക്കിൽ ബേബീനെ പുറത്തെടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നു. ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടായിരുന്നു ആ ദിവസങ്ങളിൽ. പക്ഷെ ഞങ്ങൾ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഭക്ഷണത്തിൽ ഉടമ്പടി ഉപ്പിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ചു. ഉടമ്പടി തൈലം പ്രഗ്നൻ്റായ അന്ന് മുതൽ വയറ്റിൽ കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥനയിൽ കൂടുമായിരുന്നു. ഉടമ്പടി ധ്യാനങ്ങൾ ഞങ്ങൾ ആഴ്ചയിൽ കൂടുമായിരുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നതുകൊണ്ട് ഇവിടെ നാട്ടിലേക്ക് ഓഫണേജിൽ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ അമ്മയും അപ്പയും ഒരു തവണ ഞങ്ങൾ ന്യൂസിലൻഡിൽ വിസിറ്റിന് വന്നപ്പോൾ അവരോട് പറഞ്ഞ് ഞങ്ങൾ പത്രം വാങ്ങിപ്പിച്ചു. എന്നിട്ട് അവിടുത്തെ ഇടവകയിലും മറ്റാളുകളുടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ബേബിയുടെ ഗ്രോത്ത് ഒരിക്കലും ഡ്രോപ്പ് ഡൗൺ ആകില്ല. കൃപാസന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻപോട്ട് പോയി. അങ്ങനെ 7th മന്തിൽ ഒരു സ്കാൻ ഉണ്ടായിരുന്നു, ഗ്രോത്ത് സ്കാൻ. ആ ഗ്രോത്ത് സ്കാനിൻ്റെ സമയത്ത് ബേബിയുടെ സ്റ്റൊമക്കിൻ്റെ സൈസ് നോർമലായിട്ട് കാണപ്പെട്ടു. അങ്ങനെ പിന്നീട് പ്രഗ്നൻസിയിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. ബേബി 38th വീക്കിൽ ബേബി ഔട്ടായി. ഞങ്ങളോട് പറഞ്ഞായിരുന്നു ബേബിയുടെ വെയിറ്റ് എപ്പോൾ വേണമെങ്കിലും കുറയാമെന്ന്. പക്ഷേ ബേബി 38th വീക്കിൽ ഔട്ടായപ്പോൾ 3 kg ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കൃപാസന മാതാവ് തന്ന ബേബിയാണ്. യാതൊരു പ്രശ്നങ്ങളും കൂടാതെ അമ്മ മാതാവ് തന്നെ ഞങ്ങൾക്ക് ഒരു മോനെ നൽകി. 2025 നവംബർ മാസത്തിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതാണ് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. ഉടമ്പടിയിലായിരിക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒത്തിരി അടുത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോഴും പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാൻ പറ്റുക എന്നുള്ളത് തന്നെ, ഞാനൊരു നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പല ഷിഫ്റ്റുകളും നമുക്കുണ്ടാകും. ചില സമയങ്ങളിൽ 11:30 ആകുമ്പോഴായിരിക്കും വീട്ടിൽ വരുന്നത്. എന്നിട്ട് ആ 1/2 മണിക്കൂർ ഉള്ള സമയത്ത് ഞാനും ഹസ്ബൻഡിനെ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിരിക്കും. ഞങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാമായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ അന്ന് കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 1/2 മണിക്കൂറുണ്ടെങ്കിൽ 1/2 മണിക്കൂറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് ഈ മകൻ. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അപ്പോൾ ഇനി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ആരെയും അമ്മ മാതാവ് ഉപേക്ഷിക്കില്ല. നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം അമ്മ മാതാവ് കേൾക്കും. അമ്മ മാതാവ് തന്നെ നമുക്കതിനുത്തരം നൽകുകയും ചെയ്യും. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 91 9 തിരുവചനം. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഷിലു ജോഷി എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടൊപ്പം ഉടമ്പടി വിശ്വസ്തയോടെ ജീവിച്ചതിന് ജീവിതം നേരിട്ട വലിയൊരു പ്രതിസന്ധിയിൽ പരിശുദ്ധമ്മ കുടുംബത്തെ എങ്ങനെ സംരക്ഷിച്ചുവെന്ന സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.
കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന നാളുകളിൽ അതിൻ്റെ മധ്യകാലത്തുള്ള ഒരു സ്കാനിങ്ങിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കുഞ്ഞിന് പറയുമ്പോൾ അല്പം പോലും ചഞ്ചലപ്പെടാതെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം എന്നിവ വിശ്വസ്തയോടും ദൈവശക്തിയായി അത് മാറും എന്ന പ്രത്യാശയോടുകൂടിയും പ്രയോഗിക്കുകയും അമ്മ മാതാവിനോടുള്ള ആ വിശ്വസ്ത ബന്ധത്തിൻ്റെ അടയാളമായി കുടുംബ പ്രാർത്ഥനയാവട്ടെ, ദിവ്യബലിയാവട്ടെ, വചനവായനയാവട്ടെ അത് പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി നിർവഹിച്ച് മുന്നോട്ട് പോയതിലൂടെ പൂർണ്ണ ആരോഗ്യ വളർച്ചയുള്ള കുഞ്ഞിനെ കുടുംബത്തിന് ലഭിച്ചതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് അമ്മ മാതാവിനെ തേടി വരുന്നത് പലപ്പോഴും പ്രതിസന്ധിയുടെ നാളുകളിലായിരിക്കും. അത് കടബാധ്യതയാവാം, പരീക്ഷ വിജയിക്കുന്നതിനാവാം, സ്ഥലം വാങ്ങുന്നതിനാവാം, കുടുംബ സമാധാനത്തിനാവാം, വിവാഹത്തിന് വേണ്ടിയാവാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാവാം. നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിലും നമുക്ക് എത്രത്തോളം വിശ്വസ്തതയിൽ അമ്മയുടെ കരങ്ങളിൽ ജീവിതം കൊടുക്കാനാകും എന്നതിനെക്കുറിച്ച് ചിന്തയുണ്ടാവണം. ഒരു കാര്യം നേടുക എന്നതിനേക്കാൾ ഉപരി എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ അതൊക്കെ ദൈവം ദാനമായി നൽകിയതാണെന്നും അതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കില്ലെന്നും നമുക്ക് പറയുവാനായിട്ട് എപ്പോഴും സാധിക്കണം. സഹോദരി സൂചിപ്പിച്ചു, രാത്രി 11:30 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതെങ്കിലും അതിരാവിലെ ജീവിത പങ്കാളിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരിക്കൽ പോലും ആ കുടുംബ പ്രാർത്ഥന ആ വൈകിയ മണിക്കൂറിലും മുടങ്ങാതെ ചൊല്ലിക്കൊണ്ട് ഞങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ എന്നും നിലനിർത്തുവാനും ഉറപ്പിക്കുവാനും ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്നാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിവിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാൻ നാം പുലർത്തുന്ന സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും. അതുകൊണ്ട് പ്രാർത്ഥനകളൊന്നും പാഴായിപ്പോവില്ല. ദൈവത്തിനെ ഉടമപ്പെടുത്തി കൊടുക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തെയും മഹത്വത്തെയും അംഗീകരിക്കുന്ന, ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തിലും എനിക്ക് സാധാരണ കഴിവ് കൊണ്ട് പരിഹരിക്കാനാവില്ല, എൻ്റെ കൂടെ നിൽക്കുന്നവർ കൊണ്ട് പരിഹരിക്കാനാവില്ല, എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇത് മാറിപ്പോവില്ല എന്ന് ഉറപ്പുള്ള ഏതൊരു വിഷയവും ദൈവശക്തിയാൽ നമുക്ക് അനുഗ്രഹമായി തീരുന്നതിന്, പരിഹാരമായി തീരുന്നതിന് പൂർണ്ണമായ ശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിൽ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നാം ഒരാൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, ലക്ഷക്കണക്കിന് മക്കൾ ഉടമ്പടി എടുത്തവർ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ എന്നും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നുണ്ട്. നമ്മളേലും വിശുദ്ധിയുള്ളവരും വിശ്വസ്തതയുള്ളവരും ഉടമ്പടി ജീവിതം ഏറെ നാളായി നയിക്കുന്നവരും അവർ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി ഉടമ്പടി എടുക്കുന്ന, ജീവിത പ്രശ്നങ്ങളിൽ വലയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകുന്നു. രാപകൽ ഈ ദേവാലയത്തിൽ ഇവിടെ വന്നു പോകുന്നവർക്ക് വേണ്ടി ജോസഫച്ചൻ്റെ നിരന്തരമായ പ്രാർത്ഥന, ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളും ദിവ്യകാരുണ്യ ആരാധനകളും, ലോകത്തെമ്പാടുമുള്ള അഖണ്ഡ ജപമാല കൂട്ടായ്മകൾ, അവർ ശരണപ്പെട്ടുകൊണ്ട് നടത്തുന്ന ജപമാല പ്രാർത്ഥനയിലെ മധ്യസ്ഥ സമർപ്പണം, ഇതൊക്കെയും നമ്മൾ എളിയവരാണെങ്കിലും തുടക്കക്കാരാണെങ്കിലും പ്രാർത്ഥനയിൽ അത് ഒരുപക്ഷെ സ്ഥിരത കുറവുള്ളവരാണെങ്കിലും നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിന് വേണ്ടി കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ നമ്മളോട് പറയുക, നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെയും രണ്ടാമത്തെയും ഒക്കെ അനുഗ്രഹം അത് നിങ്ങൾ ദൈവത്തെ തേടി വരുന്നത് കൊണ്ട്, അമ്മ മാതാവിൻ്റെ അരികിൽ സ്നേഹത്തോടെ അണയുന്നത് കൊണ്ട് ഒരു ബോണസായി നൽകിയെന്ന് കരുതിയാൽ മതി. നിങ്ങൾ അതിനുശേഷം ഒരു അനുഗ്രഹം വലുത് പ്രാപിച്ചതിന് ശേഷം അമ്മയോടും ഈശോയോടും വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വലിയ നിയോഗങ്ങൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുക. അതുകൊണ്ട് നമുക്ക് ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ബന്ധത്തിൻ്റെ ജീവിതവുമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുമ്പിൽ ഏറ്റുപറയുവാൻ സന്നദ്ധതയുള്ള ജീവിതമാണ്. അതിലൂടെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു, അനേകർ വിശ്വാസത്തിലേക്ക് വരുവാൻ നമ്മൾ കാരണമായി തീരുകയും ചെയ്യുന്നു. നമ്മളെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ഈ കുഞ്ഞിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.